ഹായ്, എല്ലാവർക്കും രേഖാസ് കിച്ചൻ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കണേ. ഏട്ടക്കറിയാണ്. അപ്പോൾ എല്ലാവരും ആ വീഡിയോ കണ്ടിട്ട് അതേപോലെ ഒന്ന് വെച്ച് നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞു. അപ്പോൾ അതേ മീൻ കറി വയ്ക്കാനായിട്ട് ആവശ്യമുള്ള എന്തൊക്കെയാണെന്ന് നോക്കട്ടോ. അപ്പോൾ അതെ 1 കിലോ ഏട്ടയാണ് ഇപ്പോൾ ഞാൻ എടുത്തേക്കണ മീൻ. അപ്പോൾ അതേ കഴുകി വൃത്തിയാക്കി ഞാനൊരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതേ 2 ടീസ്പൂൺ മുളക് പൊടിയാണ് എടുത്തേക്കണത്, 1 ടീസ്പൂണോളം മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതൊരു 3-4 കഷ്ണം ഉള്ളി ചെറുതായി അരിഞ്ഞത്, അത് നമുക്ക് പിന്നീടാണ് ആവശ്യം വരാം കാച്ചി ഒഴിക്കാനായിട്ട്. പിന്നെ ഉള്ളത് നമുക്ക് 4 പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു 10-15 ഉള്ളി ചുവന്നുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, 2 തണ്ട് കറിവേപ്പില. പുളിക്ക് ആവശ്യത്തിന് ഞാൻ കുടപ്പുളിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഒരു 3 കുടപ്പുളിയോളം നമ്മൾ ഇങ്ങനെ ചീന്തി വെച്ചിട്ടുണ്ട്. ചെറിയ ഒരു 2 അല്ലി വെളുത്തുള്ളി ഇങ്ങനെ നീളനെ കീറി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് അരപ്പിന് നമുക്ക് കുറച്ച് നാളികേരം എടുത്ത് വെച്ചിട്ട് അതിൽ തുണ്ടും മഞ്ഞൾപ്പൊടിയും 2 കഷ്ണം ചുവന്നുള്ളിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ കൂട്ടാൻ വയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് അടുത്ത പരിപാടിക്ക് പോകട്ടോ. വയ്ക്കാനായിട്ട് നമ്മളത് ഒരു മൺചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മീൻ കറി വയ്ക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നത് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഉള്ളിയാണ് കേട്ടോ. ചുവന്നുള്ളി നമുക്ക് ചതച്ചത് ഇട്ട് കൊടുക്കാം. ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കല്ലുപ്പും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളി വാടി വരുമ്പോഴേക്കും നമുക്ക് നാളികേരമൊക്കെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ചെറിയൊരു മിക്സിയുടെ ജാറിലേക്ക് നാളികേരമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നാളികേരമൊക്കെ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട്. ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം, പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ്, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാതും കൂടിയിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും ഒരു വാടിയിട്ട് നല്ലൊരു മണം വരട്ടെ കേട്ടോ. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പച്ചമുളകും ഇഞ്ചിയും ഉള്ളിലേക്ക് നന്നായി വാടിയുണ്ട്. ഈ വാടിയിലേക്ക് നമുക്ക് നമ്മുടെ പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാ പൊടികളും കൂടിയിട്ട് നമ്മൾ ഒരുമിച്ച് മിക്സ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും നമുക്ക് തീ കുറച്ച് വയ്ക്കാൻ നോക്കാം കേട്ടോ. മുളക് പൊടിയുടെ പച്ചമുളക് മാറി ഇത് നന്നായി മൂത്ത് വന്നിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് കണ്ടത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ച അരപ്പ് ഒഴിച്ച് കൊടുക്കാം. നാളികേരം അരച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. മീൻ കറിക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് തിളയ്ക്കണം നമുക്ക്. അപ്പോൾ അത് പെട്ടെന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മൂടി വയ്ക്കാം കേട്ടോ. നമ്മുടെ അരപ്പൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് തുറന്ന് നോക്കാം കേട്ടോ. നല്ല പോലെ തിളച്ചിട്ടുണ്ട്. മീൻ തിളച്ചതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇതിനൊക്കെ നമ്മളിത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ പുളിയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് തിളച്ചതിന് ശേഷം വേണം നമുക്ക് ഉപ്പ് പോരങ്ങി ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് വീണ്ടും ഇത് മൂടി വെച്ചിട്ട് വേവിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മൂടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി മൂടി തുറന്നിട്ട് നമുക്കിതിൽ ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ഒന്നും ഇടാം കേട്ടോ. അപ്പോൾ നേരത്തെ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടാകുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഉപ്പും പുളിയൊക്കെ ഉണ്ടോയെന്ന് നോക്കാം. അതിൽ കുറച്ച് പുളി കുറവാണ്, അതേപോലെ ഉപ്പും കുറവുണ്ട്, നമ്മൾ കുറച്ച് ചേർത്തുള്ളൂ. അപ്പോൾ അതേ വീണ്ടും നമ്മൾ ഒരു കുടപ്പുളി ഒരു കഷ്ണം അതെടുത്തിട്ട് ഇതേ ചീഞ്ചി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പോരായുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതേ കുറച്ച് ഉപ്പും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നും കൂടി നോക്കുമ്പോൾ നമ്മുടെ ഉപ്പ് കറക്റ്റല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ കറി വറ്റി പാകമായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാനിട്ട പുളിയും ഉപ്പും കറക്റ്റാണ് രണ്ടാമത് നമ്മൾ ചേർത്തപ്പോൾ. ഇനി ഇതിൽ ചിലർക്ക് പുളി കുറവ് ഇഷ്ടമുണ്ടാവും, അല്ലെങ്കിൽ കൂടുതലാവും. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് പുളിയുടെ അളവും ഉപ്പിൻ്റെ അളവും കൂട്ടിയും കുറച്ചൊക്കെ ഇരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റൗവൊക്കെ ഓഫാക്കാണ്. കാച്ചി ഒഴിക്കാനായിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് വീണ്ടും നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ.
ഇത്രത്തോളമാണ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. കുറച്ച് തുണ്ട് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ കറിക്ക് ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉലുവയും, പിന്നെ നല്ലൊരു മണം ഉണ്ടാവും, അതിന് വേണ്ടിയിട്ടാണ് ഉലുവ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. അത് നമ്മൾ ഇത്ര നേരം കറി നമ്മുടെ മഞ്ഞ നിറത്തിലല്ലായിരുന്നേ, അപ്പോൾ നമ്മൾ കാശ്മീരി മുളക് പൊടി ചേർത്തുണ്ടാവില്ല. അപ്പോൾ 2 ടീസ്പൂണോളം കാശ്മീരി മുളക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഉള്ളി അല്ലാതെ നല്ലപോലെ മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ മുളക് പൊടി കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. കരിയണ്ട, നമുക്ക് ആ വെളിച്ചെണ്ണ ചൂടിൽ ചൂടായിക്കോളും. നമുക്കിത് എടുത്തിട്ട് നമ്മുടെ മീൻ കറിക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ കറിയുടെ കളർ അങ്ങോട്ട് മാറി കണ്ടോ, അടിപൊളി കളറായിട്ട് വന്നിട്ട് നമ്മുടെ മീൻ കറി മഞ്ഞക്കറി പോയിട്ട് ഇപ്പം നല്ല പോലെ ചുവന്ന കളറായിട്ടാണ്. അത് ഒഴിച്ച് കഴിഞ്ഞിട്ട് ഈ ചുവപ്പ് കളറായിട്ട് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. മഞ്ഞക്കറി ഇട്ട് കാണുന്നത് നല്ലത്. അപ്പോൾ എല്ലാവരും ഈ കറിക്ക് വെച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയുക. പിന്നെ അതേപോലെ തന്നെ മീൻ കറി വെച്ച് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ സ്വാദ് ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് പിറ്റേ ദിവസത്തേക്കാണ് മീൻ കറി, എപ്പോഴും പിറ്റേ ദിവസത്തേക്ക് ചൂടാക്കി ആക്കുമ്പോഴാണ് മീൻ കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അടിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഓൾ എന്നുള്ള ബട്ടണും കൂടെ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും ടാറ്റ ബൈ ബൈ.